ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യുന്ന പല ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമായിരിക്കും, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രൊഡക്റ്റ് വാങ്ങിയപ്പോൾ 100 രൂപയായിരുന്നു എനിക്ക് ഡെലിവറി ചാർജ് വന്നത്, പക്ഷേ ഇപ്പോൾ 140 രൂപയാണ് നിങ്ങൾ വാങ്ങിയത്, അതെന്താണെന്ന് ചോദിച്ചിട്ട്. അതിന് കാരണം കൊറിയർ കമ്പനീസ് ഒക്കെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വോളിയോമെട്രിക് വെയിറ്റ് ആയിട്ടാണ്. അതെങ്ങനെയാണ് നോക്കുന്നത് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് കൊറിയറിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു സ്കെയിൽ എടുത്തിട്ടുണ്ട്. അതിൽ ഈ ഒരു പാക്കേജാണ് വെക്കുന്നത്, ഈ ബോക്സാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. 893 അതിൻ്റെ എന്താണ് വെയിറ്റ് വരുന്നത്. പക്ഷേ നമ്മളിത് ഇതിൻ്റെ വോളിയോമെട്രിക് വെയിറ്റ് കണക്കാക്കുന്ന എങ്ങനെയാണ് കാണിച്ചു തരാം. അപ്പോൾ ഈ 893 മാറും. ഇതിൻ്റെ നീളം ഏകദേശം 33 സെൻറ്റിമീറ്റർ. അപ്പം 33. പിന്നെ വീതി എടുക്കുക. വീതി ഏകദേശം 21 ഇങ്ങനെ നോക്കാം, 21 സെൻറ്റിമീറ്റർ ഏകദേശം ഉണ്ട്. പാക്ക് ചെയ്തിട്ട് 21 സെൻറ്റിമീറ്റർ. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് ഇങ്ങനെ എത്രയാണ്? ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 9 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കൊന്ന് കൂട്ടാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെയിറ്റ് ഒന്ന് കണക്കാക്കി നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം 33 ഇൻറ്റു 21 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 5000 തന്നെ വെയിറ്റ് എത്രയായി? 1.2 ആയി. അതായത് 1 കിലോയും 200 ഗ്രാമുമായി. അപ്പോൾ അങ്ങനെയാണ് വോളിയോമെട്രിക് വെയിറ്റ് കണക്കാക്കുന്നത്. 500 ഗ്രാം വരെ വേറൊരു കാറ്റഗറിയും 500 മുതൽ 1000 ഗ്രാം വരെ വേറൊരു കാറ്റഗറിയും 1000 മുകളിലേക്ക് വേറെ കാറ്റഗറിയും, അങ്ങനെയാണ് ഇവർ വെയിറ്റിൻ്റെ ചാർജ് കണക്കാക്കുന്നത്. ഇപ്പം നമ്മുടെ പോസ്റ്റ് ഓഫീസും ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പഴയ കൊറിയർ ചാർജും പുതിയ കൊറിയർ ചാർജും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് വരാൻ കാരണം.